ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജോലി കൺഫേം ആണോ? നമ്മുടെ ദുബായിൽ ഒരുപാട് ആളുകൾ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ട്. പല ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ ചില ഇന്റർവ്യൂസിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ ഫീഡ്ബാക്ക് കിട്ടും, സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ, ഓഫർ ലെറ്റർ ഇത്ര ദിവസത്തിനുള്ളിൽ അയച്ചു തരാം, സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഓഫർ ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ റൂമിൽ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇതേ കമ്പനിയിലേക്ക് ഇതേ പോസ്റ്റിലേക്ക് തന്നെ പല ആളുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റെക്കമെൻഡിലൂടെ പല ആളുകളും കയറാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നോക്കാതെ കമ്പനീസ് ചിലപ്പോൾ റെക്കമെൻഡേഷനിൽ വരുന്ന ആളുകളെ ചിലപ്പോൾ അവിടെ സെലക്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു ആഫ്റ്റർ 1 വീക്ക് ഒക്കെ ഇതേ കമ്പനിയിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയാൻ ചാൻസ് ഉള്ളത് അത് വേറൊരു ക്യാൻഡിഡേറ്റ് ഫില്ലായി പോയിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് വേക്കൻസി വരുന്ന സമയത്ത് അറിയിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പല ക്യാൻഡിഡേറ്റും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നുണ്ട്. നമ്മൾ ഒരുപാട് വിസിറ്റേഴ്സിന്റെ അനുഭവങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിസിറ്റേഴ്സിൽ വന്ന് ജോബ് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഓറലി ഒരു റിപ്ലൈ കിട്ടിയത് കൊണ്ട് ജോബ് അന്വേഷിക്കുന്നത് അവിടെ നിർത്തരുത്. അതിന് പകരം നമ്മൾ ജോയിൻ ചെയ്യുന്നവരെ എവിടെയൊക്കെ ഇന്റർവ്യൂസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് മാക്സിമം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നവരെയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇന്റർവ്യൂവിന്റെ സാറ്റിസ്ഫൈഡ് റിപ്ലൈ കിട്ടുന്നവരെ നമ്മൾ ജോബ് അന്വേഷിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മളെ ടൈം, കാരണം വിസിറ്റേഴ്സിന് ഒരു 1 മന്തോ 2 മന്തോ ഒക്കെ ടൈം ഉണ്ടാവും. ആ സമയത്തിൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു 1 വീക്കോ 2 വീക്കോ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത്രയും സമയം നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡെയിലി ഇന്റർവ്യൂസ് പരമാവധി ജോബ് അന്വേഷിക്കുക. അതിൽ നിന്ന് ഏത് പോസ്റ്റിനാണോ നല്ലൊരു പോസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ജോയിൻ ചെയ്യാൻ പറ്റുന്ന അതുവരെ നമ്മൾ ജോബ് നോക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് റിപ്ലൈ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഇങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ആയി പോയി നമുക്ക് നല്ലൊരു അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, ഒരിക്കലും നമ്മളൊരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ജോബിന് ജോയിൻ ചെയ്യുന്നവരെയോ നമ്മൾ ആ ഒരു കമ്പനിനെ വിശ്വസിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഇന്റർവ്യൂസ് ഡെയിലി നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.